ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ സമയം രാത്രി 1 മണി. വാവ ഉറങ്ങുന്നില്ല. പതിവ് പോലെ വാവ എഴുന്നേറ്റിരിക്കുന്നു. ഞങ്ങൾക്ക് വിശന്നു. അപ്പം ഞങ്ങൾ പതുക്കെ ആലോചിച്ചു, രാവിലെ ബാക്കിയുണ്ടായിരുന്ന ഇഡലിയുടെ മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, എങ്കിൽ പിന്നെ നമുക്ക് മസാല ദോശ ഉണ്ടാക്കിയേക്കാം. അങ്ങനെ ഞങ്ങൾ താഴെ വന്നു, ഫ്രിഡ്ജ് തുറന്നു, മാവെടുത്തു, ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോഴേക്കും വാവ ഉറങ്ങി. അവനെ തൊട്ടിലിൽ കിടത്തി. ഞങ്ങളെല്ലാം അരിഞ്ഞു വെച്ചു. മാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, 2 പേർക്ക് കഴിക്കാനുള്ളത് കഷ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതെടുത്ത് വെച്ചു. കുക്കറിൽ കിഴങ്ങെടുത്ത് പുഴുങ്ങാനിട്ടു. സവോള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു. കിഴങ്ങ് കുക്കറിൽ വെന്ത് കിട്ടി. അതെടുത്തു. അത് ലേശം തണുപ്പ് ചൂട് മാറിയപ്പോഴേക്കും ഞങ്ങൾ അടുത്ത് സ്മാഷ് ചെയ്തു. വാവയുടെ സ്മാഷർ വെച്ചാണ് സ്മാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കിഴങ്ങൊക്കെ ഉടച്ച് നമ്മുടെ മസാലയുടെ പരിവമാക്കി. രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉറക്കവും വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടെല്ലാം ഷടപടേന്നായിരുന്നു. അങ്ങനെ മാവൊക്കെ സെറ്റായിട്ടുണ്ട്, തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് വഴറ്റി കറിവേപ്പില ഇട്ടു. അതിന് ശേഷം ഉടച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ടു, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു, മസാല റെഡിയാക്കി. ഇനി നമുക്ക് ദോശ ചുടാം. അതിനായിട്ട് ദോശ പാൻ വെച്ചു, ദോശ ചുട്ടു, നെയ്യ് ഒഴിച്ചു. വെച്ചാനിവിടെ മൊരിഞ്ഞ നല്ല ദോശയാണ് ഇഷ്ടം. എനിക്ക് മൊരിയാത്ത ദോശയാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് അത്യാവശ്യം മൊരിച്ച് മസാലയൊക്കെ വെച്ച് ഞങ്ങൾ ഒരു 3-4 ദോശ ഉണ്ടാക്കി കാണും. അതിനുള്ള മാവേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും വാവ ഏകദേശം എഴുന്നേറ്റ് ഇച്ചാൻ കൊച്ചിനെ എടുക്കാൻ വേണ്ടി പോയി. മസാല വെച്ച് ദോശയുണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 2 മണിയായപ്പോൾ മസാല ദോശ ഉണ്ടാക്കി കഴിക്കുകയാണ് ഗൈസ്. വാവയുള്ള എല്ലാവർക്കും ഇതൊക്കെ തന്നെയായിരിക്കും സ്ഥിതി. എല്ലാവർക്കും 2 മണി 3 മണി വിശക്കും. നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ, പക്ഷേ നമുക്ക് അങ്ങനെ ഒരു പതിവില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിച്ചു.